രാവിലെ 10 മണിയായി. രണ്ടെണ്ണം ഇതുവരെ എണീറ്റിട്ടില്ല. ഡാ ഇക്രു, എണീക്കടാ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചട്ടുകൻ ചൂടാക്കി വരും. അമ്മ ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ പോ. അമ്മേ ചേച്ചി എണീച്ചിട്ടില്ലല്ലോ. അമ്മേ ചേച്ചി എണീച്ചിട്ടില്ലല്ലോ. ഏത് ചേച്ചി? മീനാക്ഷി രാവിലെ നേരത്തെ എണീച്ച് പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണം കഴിച്ച്. മീനാക്ഷി ചേച്ചിയോ? അല്ല, പിങ്കി ചേച്ചി. എന്തേ? ഏയ്, എനിക്കങ്ങനത്തെ ഒരു ചീത്ത ശീലങ്ങളും ഇല്ല. മതി രണ്ടും വർത്താനം പറഞ്ഞത്. നിങ്ങളെപ്പോലൊന്നുമല്ല മീനാക്ഷി. നിങ്ങളോട് ഇന്നലെ രാത്രി തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് വിരുന്നുണ്ടെന്ന്. അതെങ്ങനെ? നേരത്തെ ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങൂല. 12 മണി വരെ മൊബൈൽ നോക്കിയിരിക്കും. 11:45 നമുക്ക് അവിടെ എത്തണം. ഇപ്പൊ തന്നെ 10 മണിയായി. ഇനി എപ്പോ റെഡിയായി അവിടെ എത്താനാ? എന്റെ റെഡിയാവാൻ 5 മിനിറ്റ് കൊണ്ട് തീരും. എനിക്ക് കുളിക്കാൻ 1.5 മണിക്കൂർ, പിന്നെ ഡ്രസ്സ് മാറ്റാനും ഭക്ഷണം കഴിക്കാൻ കൂടി വേറൊരു 1.5 മണിക്കൂർ. അയ്യോ, അമ്മടെ മോൾക്ക് അത്രയും മതിയോ? അത്രയും മതി അമ്മ. മര്യാദക്ക് പോയി റെഡി ആയിക്കോ. രമണി വന്നു തോന്നുന്നു. അല്ല രമണി, എന്താ ഇത്ര വൈകിയത്? രാവിലെ എത്തുന്നല്ലേ പറഞ്ഞിരുന്നത്? ഒന്നും പറയണ്ട ഉഷേ. ഇവറ്റങ്ങളൊക്കെ ഒരുക്കി വരാൻ ഒരുപാട് സമയമെടുക്കും. അതാ വൈകിയത്. ഇനിയിപ്പോ എല്ലാ കുറ്റും ഞങ്ങൾ തലയിൽ കിട്ടാ. രമണിയെ, ഇന്ന് നമുക്ക് ഉള്ളിൽ പോയിരുന്ന് സംസാരിക്കാം. കുട്ടികൾ പുറത്തു പോയി കളിച്ചോട്ടെ, ഒരുപാട് നാൾക്ക് ശേഷം കാണുമല്ലേ. ഹായ്, ഇവിടെ എന്തോരം മാമ്പഴ, കണ്ടിട്ട് കൊതിയാവണേ. ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു തീർത്തിട്ടുള്ളു പോണത്. പക്ഷെ ഇത് കുറച്ച് ഉയരത്തിലല്ലേ ഉള്ളത്, നമുക്ക് എങ്ങനെ കിട്ടുക? അതിനൊക്കെ ഒരു വഴിയുണ്ട്. നമുക്ക് കല്ലെടുത്തെറിഞ്ഞാലോ? കല്ലെടുത്തെറിയണ്ട, അതൊക്കെ നാശാവും. ശരിയാ, നമുക്കൊരു തോട്ടി എടുത്ത് പൊട്ടിക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. ഇനി കമ്പിന് എവിടെ പോവും? അതിന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാനൊന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. വേഗം കൊതിയായിട്ട് വയ്യ. ഇതാ കമ്പ് കിട്ടി. ശരി, വേഗം ഇങ്ങ് താഴെ, ഞാൻ പൊട്ടിക്കാം. ഹായ്, ഒരുപാട് മാമ്പഴം വീണു. ഇനി മതി, ഇനി ഇതൊക്കെ കഴിച്ചു തീർക്കട്ടെ. ഹായ്, നല്ല മധുരമുള്ള മാങ്ങ. ഇനി നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം. വാ എല്ലാരും വാ, നമുക്ക് അങ്ങോട്ട് പോവാം.